വിവാഹം നടക്കാത്തവർ, കുട്ടികളുണ്ടാകാത്തവർ, അങ്ങനെ സങ്കടമുള്ളവരാണ് കൂടുതലും ഈ ജ്യോത്സ്യന്മാരുടെ മുന്നിലേക്ക് പോകുന്നത്. തൻ്റെ മുന്നിലെ ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന 9 ഗ്രഹങ്ങളും ഒരുവനെയും നിയന്ത്രിക്കുകയല്ല, മറിച്ച് നിൻ്റെ ജീവിത ക്വാളിറ്റികൾ ഈ വിധത്തിലൂടെ കടന്നു പോകാമെന്നുള്ള സൂചനകളാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്കും അങ്ങനെ പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾക്കും വരുമാന മാർഗ്ഗമില്ലാതെ ഉറപ്പായിട്ടും വരുമാന മാർഗം ഉണ്ടാവും. അതെങ്ങനെയാ? ഒരു കാര്യം, സ്ട്രെസ്സിൽ നിന്നും സ്ട്രെസ്സിലേക്ക് പോകാനാണോ ഒരു അസ്ട്രോളജറിനോ ഒരു കൗൺസിലറിനോ കഴിക്കേണ്ടത്? അല്ല, അയാൾക്ക് റിലീഫ് റിലീഫാണ്. കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയാൽ ഒരു ജ്യോതിഷന്റെ കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ ആ മുറ്റത്തുനിന്ന് ഈ AC മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തീർന്നു പോകുന്നേ. ഒരു ജ്യോതിശാലയം തുറന്നു വെക്കണമെങ്കിൽ മിനിമം ഇന്നൊരു ക്വാളിഫിക്കേഷൻ വേണം എന്നൊരു നിബന്ധന വരണ്ടേ? 100% വരണം. ഞാൻ സീരിയസ് ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പിട്ട് കുറച്ച് ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള ഒരു വിഷയം, മുരാരി തന്ത്രിയുടെ കേസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അതെ, സ്വാഭാവികമായിട്ടും അയാളുടെ ബാക്ക് എൻഡ് ജീവിതത്തിലൊന്നും ഇയാൾ ജ്യോതിശാസ്ത്രം വലിയ രീതിയിൽ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇയാൾ കുറച്ച് മന്ത്രങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇച്ചിരി അരവൈദ്യമാണ്. അരവൈദ്യം പഠിച്ചു വെച്ചിട്ട് പുള്ളി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്കിടയിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടത് ഈ ഷിരൂരിൽ മരണപ്പെട്ട അർജുൻ ഒരു പെൺകുട്ടിയുടെ ഒരു മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഈ 2 കേസിലാണ് ഇയാൾ, അത് കൊല്ലത്തായിരുന്നു, ആളുകൾ ശ്രദ്ധിച്ചത്. ഇത്തരക്കാരെ കാണുമ്പോൾ, ഇത്തരക്കാർ പിന്നെ കേസുകളിലൊക്കെ പെടുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായി പഠിച്ച് പ്രോപ്പറായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്തിരുന്ന കുറേ ആളുകൾക്ക് തോന്നുന്നത് എന്താണ് സത്യം? അതങ്ങനെ വരുമ്പോൾ ജ്യോതിഷത്തിൽ പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. ഇതിനകത്ത് ഹൈപ്പോത്തിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നിടത്ത് പരാജയപ്പെട്ടു പോകും. അതായത് ജ്യോതിശാസ്ത്രത്തെ നീ ഒരാളുടെ മുന്നിൽ വാദിക്കാൻ ഉപയോഗിച്ചാൽ യൂണിവേഴ്സൽ, ഇതൊരു ടൈമാണ്. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം, ലൈറ്റ് എന്ന് പറയുന്നത്, അല്ലെ പ്രകാശം എന്ന് പറയുന്നത് സമയമാണെന്ന് പറയുന്നതിനകത്ത് തെറ്റുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രകാശത്തിന് എന്താണ് ക്വാളിറ്റി? അതിവേഗതയാണ്, വേഗതയിൽ സഞ്ചരിക്കാനുള്ള ക്വാളിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ വേഗത കണക്കാക്കുമ്പോൾ എന്താ കിട്ടുക? ഇത്ര കിലോമീറ്റർ ഇത്ര നേരം കൊണ്ട് പോകുന്നു, എത്ര നേരം കൊണ്ട് പോകുന്നു, സമയത്തെ അല്ലേ അവിടെ കിട്ടുക. വേഗതയെ കണക്കാക്കുമ്പോൾ അവിടെ സമയമാണ് കിട്ടുക. പ്രകാശത്തിനെ 3 lakhs എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇത്ര. അപ്പോൾ പ്രകാശരശ്മിക്കുള്ള ഒരു ക്വാളിറ്റി ശാസ്ത്രലോകം ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏത് മീഡിയയിലും ഒരേ വേഗതയിൽ സഞ്ചരിക്കുന്നു. പക്ഷേ വേഗത അളക്കുമ്പോൾ ഒരു കണ്ടീഷനുണ്ട്. നമ്മളിപ്പം പോലീസുകാർ പിടിക്കാൻ നിൽക്കുന്നുണ്ട്, അവർ ആ ഒരു റഡാറും കൊണ്ട് ഒരിടത്ത് നിൽക്കുക, ഒരു സൈഡ് കോൺസ്റ്റൻ്റ് ആണ്, മറ്റേ സൈഡ് മാത്രമാണ് മൂവിങ്. എന്നാൽ പ്രകാശത്തിൻ്റെ പഠനത്തിൽ ഇപ്പോഴും ശാസ്ത്രലോകം കണ്ണും തള്ളി നിൽക്കുന്നത് പ്രകാശത്തിനെതിരെ സഞ്ചരിച്ചുകൊണ്ട് എടുത്താലും ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് എടുത്താലും അതിൻ്റെ സ്പീഡ് ആ മീഡിയയിൽ കോൺസ്റ്റൻ്റ് ആണ്. ഇതെന്തുകൊണ്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അവർക്കിപ്പോഴും. വളരെ ആധികാരികമായിട്ടുള്ള കുറേ ജ്യോതിശാസ്ത്ര സംബന്ധമായ ശാസ്ത്രീയ ചോദ്യങ്ങൾ നമ്മുടെ എത്തിസ്റ്റ് വൈശാഖൻ തമ്പിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അതിന് ഞാൻ എല്ലാ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിന് കൃത്യമായ ഓരോന്നിനും ഓരോ പോയിന്റ് വെച്ചിട്ട് അതിനകത്ത് പോയിന്റ് ചെയ്തിട്ടുണ്ട്, മറുപടി ഇട്ടിട്ടുണ്ട്. ഓരോന്നിനും ശാസ്ത്രീയമായിട്ടുള്ള കാര്യകാരണങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സയൻറ്റിഫിക് സൈഡിലേക്ക് പോകുമ്പം അതിനെ ശാസ്ത്രീയമായ ജ്യോതിഷത്തിനെ കാണുക. അങ്ങനെ വരുമ്പോൾ അവിടെ വരുന്ന ഇന്ന് കാണുന്ന പല അന്ധവിശ്വാസങ്ങളും ഇല്ലാതാകും. അല്ല, ഇത് അന്ധവിശ്വാസത്തിനപ്പുറത്തേക്ക് ഒരു ചൂഷണമാണ്. സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ, മാനസികമായി തകർന്നിരിക്കുന്നവർ, വിവാഹം നടക്കാത്തവർ, കുട്ടികളുണ്ടാകാത്തവർ, അങ്ങനെ സങ്കടമുള്ളവരാണ് കൂടുതലും ഈ ജ്യോത്സ്യന്മാരുടെ മുന്നിലേക്ക് പോകുന്നത്. ഉറപ്പായിട്ടും ഞാൻ വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുക ഇതിനോടൊപ്പം. ജ്യോതിഷത്തിൽ എന്ത് സാധിക്കും എന്നാ ചോദ്യം. തൻ്റെ മുന്നിലെ ഹൊറോസ്കോപ്പ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന 9 ഗ്രഹങ്ങളും ഒരുവനെയും നിയന്ത്രിക്കുകയല്ല, മറിച്ച് നിൻ്റെ ജീവിത ക്വാളിറ്റികൾ ഈ വിധത്തിലൂടെ കടന്നു പോകാമെന്നുള്ള സൂചനകളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇന്ന മേഖലയിൽ തൊഴിൽ ചെയ്യാം, ഇതൊരു സൂചനയാണ്. ഇതിൽ നിന്നും മാറാൻ ശ്രമിക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ഒരിക്കലും ആ ജോലിയിൽ നിന്ന് മാറാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് മാറാൻ പറ്റില്ല. പക്ഷേ അത് അവൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ അവൻ അതിൻ്റെ റെമഡി തേക്കി പോകുന്നത്. അതെ, ഇത് അക്സെപ്റ്റ് ചെയ്യിക്കാൻ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൻ്റെ മുന്നിൽ വരുന്ന സ്ട്രഗിളിങ് ഫേസിനെ ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കാൻ അവൻ എങ്ങനെ കഴിയും? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്കും അങ്ങനെ പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾക്കും വരുമാന മാർഗ്ഗമില്ലാതെ ഉറപ്പായിട്ടും വരുമാന മാർഗ്ഗം ഉണ്ടാവും. ഉറപ്പായിട്ടും വരുമാന മാർഗ്ഗം ഉണ്ടാവും. അതെങ്ങനെയാ? ഒരു കാര്യം, സ്ട്രെസ്സിൽ നിന്നും സ്ട്രെസ്സിലേക്ക് പോകാനാണോ ഒരു അസ്ട്രോളജറിനോ ഒരു കൗൺസിലറിനോ കഴിക്കേണ്ടത്? അല്ല, അയാൾക്ക് റിലീഫാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൺഫേം ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ ഹൊറോസ്കോപ്പ് ബേസിൽ നോക്കുമ്പം നിങ്ങൾക്ക് ഇന്ന തൊഴിൽ മേഖല എപ്പം ജോലി കിട്ടും, തീർച്ചയായിട്ടും ആ ജോലി കിട്ടാൻ അയാൾക്ക് ടൈം ഉണ്ടാവും, അവിടെയുള്ള ബ്ലോക്കുകളും ഉണ്ടാവും.
ഒരു സ്പിരിച്വൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മളിന്ന് പറയുമ്പോൾ സയൻറ്റിഫിക്കൽ ബ്ലോക്സ് ഉണ്ട്. സയൻറ്റിഫിക് സൈഡിൽ തന്നെ ആ ബ്ലോക്സിനെ മാറ്റാനുള്ള പോംവഴികളുമുണ്ട്. അതും ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ വലിയ പൂജകളുണ്ട് എന്ന മിഥ്യാധാരണയാണ് ആക്ച്വലി ഇവിടെ ചൂഷണ വിധേയമാകുന്നത്. അവിടെ വരുമ്പോഴാണ് അതെ, ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജോത്സ്യൻ്റെ അടുത്ത് പോയിരുന്ന് ഡോക്ടറോടും വക്കീലോടും കള്ളം പറയുന്നത് പോലെയാണ് ജോത്സ്യൻ്റെ അടുത്തും കള്ളം പറയാൻ പാടില്ല. അത് പണ്ടുള്ളവർ പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു തീർത്തുണ്ട് അവിടെ. ജ്യോതിഷനോട് ഒന്നും പറയാൻ പാടില്ല. ജ്യോതിഷയുടെ അടുത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ ജ്യോതിഷി അങ്ങോട്ട് പറയട്ടെ. ഇവിടെ എങ്ങനെയല്ലല്ലോ, മുരാരിത്തന്ത്രി പുറത്തുവിട്ടൊരു വീഡിയോ ഉണ്ട്. ഇവര് 20 ലക്ഷത്തിന് വേണ്ടിയിട്ട് പുള്ളി ബാങ്കിലൊക്കെ വിളിക്കുന്ന ഒരു സ്ഥാനം. അതെ, പുള്ളി ഒരുപാട് ചോദ്യം ചോദിക്കുന്നത് കബഡിയിലൊന്നും കിട്ടിയില്ലയോ എന്നുള്ളത് സംശയമായിട്ടാണ്. ഒത്തിരി പേര് ചോദിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഈ ജോത്സ്യൻ എന്തെങ്കിലും അറ്റവും മുറിയൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പറയും. അപ്പോൾ ഇവര് ആഹാ കൊള്ളാലോ, ഇതൊരു അവസരമാക്കി എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെയൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിനൊരു ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഞാൻ ചോദിക്കും. ഇതിന് സിമ്പിളാണ്. ഈ ഒരു മേഖലയിൽ ഒരു ജ്യോതിശാലയം തുറന്നു വെക്കണമെങ്കിൽ മിനിമം ഇന്നൊരു ക്വാളിഫിക്കേഷൻ വേണം എന്നൊരു നിബന്ധന വരണ്ടേ? 100% വരണം. എനിക്ക് അറിയില്ല. ഇപ്പോൾ ഓൺലൈൻ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോംസ് ഒത്തിരി പരസ്യങ്ങളുണ്ട്. അസ്ട്രോ ഗൈഡ്, അസ്ട്രോ ഗുരു ആണോ? അല്ല, അസ്ട്രോ ടോക്ക്. കേരളത്തിൽ അസ്ട്രോ ടോക്ക് ആദ്യമേ. അതിനകത്ത് ഇപ്പോഴും നമ്മുടെ സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പേയ്മെൻ്റ് ആണ്. ഒരാൾക്ക് more than 50,000 മുകളിൽ ഏണിംഗ് ഉണ്ട് മന്ത്ലി തന്നെ. ആള് ഇപ്പം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും വന്നടന്ന് നിന്നു. ഇപ്പം ഇവർ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് അവൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു അസ്ട്രോളജറിനെ എടുക്കുന്നതിന് സർട്ടിഫിക്കേഷൻ ചോദിക്കുന്നു. ഓക്കെ. അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ പ്ലസ് 3 സ്റ്റേജ് ഇൻ്റർവ്യൂ ആണ്. ഇത് ഇത്രയും അത് കൊണ്ടുവരുന്നത് കൊണ്ട് ഇതിൽ പലരും തോറ്റു പോകുന്നുണ്ട്. ഇപ്പോൾ ആദ്യ സമയത്ത് ഇത് ബിസിനസ്സാക്കി പ്ലാറ്റ്ഫോമിന് നെഗറ്റീവ്സ് അടിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് കിട്ടി? അവർക്ക് എന്ത് മനസ്സിലായി? ആദ്യമേക്ക് ഒരു കാര്യമില്ലാതെ വെറുതെ ആൾക്കാരെ എടുത്തിട്ട് ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, എന്നാൽ പിന്നെ കയറിക്കോ. ചേട്ടാ, ഒരു ജ്യോത്സ്യനാവാനുള്ള മിനിമം യോഗ്യത ഞാൻ കണ്ടെടുത്തോളം അല്പം മനോഹരമായി ഫർണിഷ് ചെയ്ത ഒരു ഓഫീസ്, അതിലൊരു AC, മുന്നിലൊരു ഘടകപ്പലക, അതിൻ്റെ ഇടത്തെ സൈഡിൽ ഒരു ലാപ്ടോപ്പ്, അതെ, കുടവയർ, കഴുത്തിൽ ഒരു സ്വർണ്ണമാല, ഒരു രുദ്രാക്ഷമാല, അത്യാവശ്യം 2-3 ചരട്, ഒരു നേരിയത് ചരട്, കൈ നിറയെ മോതിരങ്ങൾ, അതും കല്ല് പതിപ്പിച്ചത് ഉത്തമം. അതെ, നെറ്റിയിൽ നീളത്തിൽ ഒരു ഭസ്മക്കുറിയോ ചന്ദനക്കുറിയോ, നടുക്കൊരു സിന്ദൂരപ്പൊട്ട്, തലയിൽ 2 തെറ്റിപ്പോ. ജ്യോത്സ്യനായി എന്നുള്ളതാണ്. ഇനി അറ്റവും മൂലയും പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ടുകൊടുത്ത് ഒന്ന് മനസ്സ് വായിക്കാൻ ഒരു കുഞ്ഞു കഴിവും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. ഉറപ്പായിട്ടും. അവിടെയാണ് നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ശാസ്ത്രീയമായി ഇത് പഠിക്കുന്നതിനെ പറ്റിയും കോഴ്സ് പഠിക്കുന്നതിനെ പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വരുന്ന തലമുറയ്ക്ക് ഇതിനെ അന്ധവിശ്വാസം എന്നുള്ളതിനപ്പുറത്ത് അവനവൻ്റെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ വരുന്നവരെ ഹാപ്പിയാക്കാൻ, ഞാൻ വളരെ സീരിയസ്ലി ആയിട്ട് പറയാം, വരുന്നവൻ സാറ്റിസ്ഫൈഡ് ആകുക എന്നുള്ളതാണ് ടോപ്പിക്. 2 കാര്യങ്ങളിൽ അത് വളരെ വ്യക്തമായിട്ട് പറയാം. അവൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ പ്രശ്നം മാറ്റാൻ പറ്റുകയോ ഇല്ലയോ എന്നുള്ളതല്ല, അവൻ ആ പ്രശ്നത്തിനെ എങ്ങനെ ഫേസ് ചെയ്യാൻ അവനെ പ്രാപ്തനാക്കാൻ പറ്റും. അതിനൊത്തിരി സൊല്യൂഷൻസ്. കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയാൽ ഒരു ജ്യോതിഷൻ്റെ കോൺഫിഡൻസും മോട്ടിവേഷനും ഒക്കെ ആ മുറ്റത്തുനിന്ന് ഈ AC മുറിന്ന് പുറത്തിറങ്ങുമ്പോൾ തീർന്നു പോകുന്നേ. അതാണ് ഇന്ന് നമ്മുടെ പല കോൺഫിഡൻസ് ക്ലാസ്സുകൾ കത്തി ജ്വലിച്ചിട്ട് വെളിയിറങ്ങുമ്പോഴത്തേന് ചീറ്റി പോകും, അല്ലെങ്കിൽ ഉറക്കം കഴിയുമ്പോഴത്തേന് പോകും. പക്ഷെ അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് തെറാപ്പിക് മെഡിസിൻസുകൾ അവൈലബിൾ ആണ്. ഓക്കെ. നമ്മുടെ ചിന്താഗതികൾ എല്ലാം ലോ ഓഫ് അട്രാക്ഷൻ്റെ കോഴ്സിൽ ഞാൻ ഇപ്പം പലയിടത്തും പറയുന്നൊരു കാര്യമാണ്, കോഴ്സുകളിൽ നമ്മൾ ഫസ്റ്റ് ഒരാൾക്ക് ഹെൽത്താണ് വേണ്ടത്. എവിടെയാണെന്നറിയോ? പോസിറ്റീവായ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവൻ എടുക്കുന്ന തീരുമാനം പോസിറ്റീവായിരിക്കും, അവന് ഉതകുന്ന രീതിയിലായിരിക്കും, അതിന് വരുന്ന ആക്ഷൻസ് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. ഈ ചിന്താഗതികൾ തെറ്റിപ്പോയാൽ അവന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല. മാനസികമായിട്ട് സ്ട്രെസ് അടിച്ചിരിക്കുന്നവന് നല്ലൊരു ഡിസിഷൻ എങ്ങനെ എടുക്കാൻ കഴിയുന്നത്? ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടാകുന്ന എല്ലാവരോടും പോയിട്ട് ചെക്ക് ചെയ്യാൻ പറയുന്ന 3 ബ്ലഡ് റിപ്പോർട്ട്സുകളാണ് ഞാൻ പറയുക. B12 എന്ന് പറയുന്ന ബ്ലഡ് റിപ്പോർട്ട് എടുക്കുക, വൈറ്റമിൻ B12, കോർട്ടിസോൾ സെറം, മോർണിംഗ് സെറം, മൂന്നാമതായിട്ട് വിറ്റമിൻ D. ഈ 3 സാധനവും ഒരാളുടെ പോസിറ്റീവ് മൈൻഡ് ലുക്കിന് വളരെയേറെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന സാധനം ഉൽപ്പാദിപ്പിക്കാൻ നിങ്ങൾ കെട്ടിപ്പിടിക്കുക, അഭിനന്ദിക്കുക, അത് കഴിക്കുക, ഇതൊന്നുമല്ല. അതിനടിസ്ഥാനപരമായിട്ട് അവൻ്റെ ബോഡി വർക്ക് ചെയ്യുന്നില്ലയോ, അവൻ്റെ ബോഡിയിൽ ന്യൂട്രീഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലയോ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെ ഉണ്ടാവുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന സാധനം എന്താണ്, ന്യൂറോൺസ് എന്താണ്, ഇതിനെക്കുറിച്ച് പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ചിന്തയാണ് എല്ലാത്തിൻ്റെ അവസാനം എന്നുള്ളത് കൺഫേമാണ്. അവനെ പോസിറ്റീവ്ലി ചിന്തിപ്പിക്കണമെങ്കിലോ
ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയൊരു ടോപ്പിക് നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ അമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അവിടെ നിന്ന് എല്ലാവരെയും നോക്കി കണ്ടു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ വിമർശനം നടത്തിയിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി അയാളുടെ, ആ വ്യക്തിയുടെ മെച്യൂരിറ്റി എന്ന് തന്നെ വിളിക്കാനുള്ളൂ. അതേ സമയത്ത് അമ്മ മരിച്ചു കഴിഞ്ഞാൽ വിളിച്ചു കരയുന്ന എത്രയോ പേരുണ്ട്. ഉണ്ട്. ഇപ്പം നമ്മൾ അതിനു മുമ്പ് നടന്ന മറ്റൊരാണ് ശ്രീനിവാസന്റെ മരണം. നമ്മൾ ബേസിക്കലി പുറത്തെ സ്ക്രീനിൽ വിനീത് കുറച്ച് സീരിയസും കുറച്ച് ഇമോഷണലി കണക്റ്റഡും ധ്യാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് കണ്ടില്ല. പക്ഷെ നമ്മൾ അവിടെ നോക്കുമ്പോൾ ധ്യാൻ പൊട്ടിക്കരയാണ്, വിനീത് തന്നെ ഒരു സീരിയസ് ഫേസിൽ നോക്കി കാണുന്നത്. അപ്പോൾ പിണറായി വിജയൻ കാണാൻ വരുന്നു, ധ്യാൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന അയാളുടെ ലോകമാണ്, അതിന് മുന്നേ മുഖ്യമന്ത്രി ഒന്നും അല്ല അയാൾ ഇരിക്കുന്നത്. എന്തൊക്കെ വിവാദങ്ങളുണ്ടായി, തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയോ വിവാദങ്ങളുണ്ടായി. അപ്പം ശരിക്കും ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? അതിന് ഒന്നാമത്തെ പോയിന്റ് നമുക്ക് സ്പോട്ട് കൗൺസിലിംഗ്. ഇത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെയാണ്, ഇതിനും എനിക്ക് പറ്റുന്നില്ല. പലരും വന്ന് ചോദിച്ചാൽ സാറേ എനിക്കത് ഫേസ് ചെയ്യാൻ പാടാണ്, എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് വേണ്ട എന്താ? തെറാപ്പിക് മെഡിസിൻസ്. ഒരു 4 times ഡെയിലി നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തുള്ളി മരുന്ന് പോലത്തെ സാധനമാണ്. ആക്ച്വലി അതൊരു പ്യുവർ സ്പിരിറ്റാണ്. അത് മരുന്ന് നമുക്ക് എങ്ങനെ പ്രിഫർ ചെയ്യാൻ പറ്റുക? മെഡിസിൻ ഇൻ സെൻസ് ഓഫ് ലൈക്ക് അതൊരു എന്താ പറയുക, രോഗത്തെ മാറ്റുന്നതല്ല. നമുക്ക് നമ്മുടെ മൂഡ് സ്വിങ്സിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ലൈക്ക് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും പറ്റും. അതിൽ ഒരിക്കലും. പിന്നെ രണ്ടാമത് ന്യൂട്രീഷൻസ്. നിങ്ങൾക്ക് ആഹാരത്തിൽ ഇന്ന ആഹാരങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചീര എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ മാഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റ് വളരെ റിച്ച് ആയിട്ടുള്ള സാധനമാണ്. ഉറക്കമില്ലാത്ത ഒരാൾ ചീര കഴിച്ചാൽ അയാൾക്ക് ഉറക്കം കിട്ടും. ഈ മാഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നമുണ്ട്. വൈറ്റമിൻ B12. നമ്മുടെ ആഹാരമാണ് നമ്മൾക്ക് മെൻറ്റാലിറ്റി തരുന്നതിന് വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത്. പ്ലസ് നേരത്തെ പറഞ്ഞ CCF, അതായത് നമ്മൾ പഠിച്ചു വന്ന എന്തൊക്കെ വന്നാലും ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട്. ആ ബിലീഫ് സിസ്റ്റത്തിന് പുറത്തേക്ക് വരാനായിട്ട് ആരും തരില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, അങ്ങയുടെ ഇടത് കയ്യിൽ കിടക്കുന്ന വാച്ച് 1 മിനിറ്റ് നേരത്തേക്ക് വലത് കയ്യിലേക്ക് മാറ്റി കെട്ടി നോക്കൂ. ഒരാളുടെ കംഫർട്ട് സോൺ എന്താണെന്ന് മനസ്സിലാക്കാം. നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്നാണ് മനുഷ്യന്മാരെല്ലാം പ്രവർത്തിക്കുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ പറ്റാതെ വരുന്നതാണ് ഒരാളുടെ പ്രശ്നം. അതിനെ ചിന്തിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ മാർഗമുണ്ട്, അതാണ് അസ്ട്രോളജിക്കലിയും റെമഡി. അതിന് ക്ഷേത്രം ഒരു ഭാഗമാണ്. അവിടെയും എനർജിയുടെ പ്രോസസ്സിങ് തന്നെയാണ്. സയൻറ്റിഫിക്കലി അവിടെയാണ്. കല്ല് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരമുണ്ട്. എല്ലാ സൈഡിലും അതിൻ്റെ സയൻറ്റിഫിക് സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ട്. പിന്നെ ശാസ്ത്രീയമായിട്ട് ഇന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഒരു മാനദണ്ഡമോ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം താമസിക്കാതെ ലീഗലൈസ് ചെയ്യും ഉറപ്പായിട്ടും. കാരണം ഇതിന്നൊരു സബ്ജക്റ്റാണ്, ഒരു വിദ്യാഭ്യാസം. അതായത് ഡിഗ്രിയിൽ ഒരാൾക്ക് അവന് സ്വന്തമായിട്ട് ചൂസ് ചെയ്യാനുള്ളൊരു ടോപ്പിക്കാണ് ആസ്ട്രോളജി. അതൊരു UGC അംഗീകൃതമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ആ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഡിപ്ലോമയുള്ള ഒരാളോ അല്ലെങ്കിൽ മിനിമം ഡിഗ്രി ഉള്ള ഒരാളോ നാളെ ഇത് പ്രാക്ടീസ് ചെയ്താൽ മതി എന്ന് തീരുമാനമെടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കപ്പെടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു റെഗുലേഷൻ ഉണ്ടാവും. പിന്നെ പല സംഘടനകളുടെയും പ്രക്ഷോഭമൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്വം ആ സംഘടനകളെ. പണ്ട് ഈ പാരമ്പര്യ ജ്യോത്സ്യന്മാരായിരുന്നു ഗണക സമുദായത്തിൽപ്പെട്ട പണിക്കർമാർ. ഇപ്പോൾ അത് മാറി, ആർക്കും ഇത് പഠിക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോൾ അതിന് താങ്കൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനങ്ങൾ വളരെ സഹായകരമായി എന്നുള്ളതാണ്.